എനിക്ക് ഇഷ്ടപ്പെട്ട സീനാണ് അത്. കാണുമ്പോൾ നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും ഞാൻ ചിരിക്കും. ആ സീനിൽ പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ എപ്പോഴായിരുന്നു എന്ത് പണി കഴിഞ്ഞ് നീ അതിനകത്ത് ഒരു ഹ്യൂമന്റെ ഇന്നസെൻസ് ഉണ്ട്. ഈ നിഷ്കളങ്കമായിട്ടുള്ള ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡയലോഗ്സ് ഉണ്ട്. അതായത് ദിലീപിൻ്റെ അടുത്ത് ഞാൻ കല്യാണ സുഗന്ധ്യത്തിൽ പറയുന്നുണ്ട്, ഈ തിയേറ്ററിൽ ഇന്ന് കാണുമ്പോൾ ചിലർ രണ്ടാമത് ഇട്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറയാണ്, നീ വിഷമിക്കാതെ, ദൈവം നമ്മളെ കൈവടിയാതിരിക്കില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള നിഷ്കളങ്ക ഹ്യൂമറായിട്ടുള്ള ചില സംഭവങ്ങൾ. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിലൊന്നാണ് ഗജകേസരി യോഗത്തിലൊരു സീനുണ്ട്. അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ വീട്ടിലിരുന്ന് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, ആനയെ വാങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കുസൃതി പോലെ റിയൽ ഷോട്ടിൽ നടക്കാൻ, ഇത് പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെടിയിൽ ഇങ്ങനെ അവിടെ നടുവിലൊരു ചെടിയിലുണ്ട്, ഈ ചെടിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോണ്ടിരിക്കണം, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ ചെടി എൻ്റെ കയ്യിൽ വന്നു. അത് മൂടോടുകൂടി എൻ്റെ കയ്യിൽ വന്നു. പിന്നെ എൻ്റെ ശ്രമം മുഴുവൻ ഇന്നസെൻ്റ് ഏട്ടൻ അറിയാതെ അത് കുഴിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നസെൻ്റ് ഏട്ടൻ അറിയാതെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുഴിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട്, ഇത് സംവിധായകൻ പറഞ്ഞതല്ല, സീനിലുള്ളതുമല്ല, ഞാൻ പതുക്കെ ഇങ്ങനെ കുഴിച്ചു വെക്കും. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു വലിയ ആക്ടർ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഡയലോഗ് തീർന്നതിന് ശേഷം നീ എന്തായി കാണിക്കേ, അതും ശ്രദ്ധിച്ച്. അപ്പൊ ഒരു ആക്ടറിന്റെ ആ ഗ്രേറ്റ്നെസ് ആലോചിച്ചു. നമ്മളിത് ചെയ്യുമ്പം അത് വിട്ടിട്ട് ആ സീൻ തീർന്നു അങ്ങനെയല്ല. ഞാൻ ചെയ്ത ഈ കാര്യത്തിനെ അക്നോളജ് ചെയ്ത് അതിനെ ഹൈറ്റിലെത്തിച്ചു. നീ എന്തായി കാണിക്കണെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് മരിച്ചിളക്കി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പറിച്ചു കളയാന്നുള്ളത് മനസ്സിലില്ലായിരുന്നല്ലോ, വെറുതെ അതെ ഞാൻ ചെറിയൊരു ഐഡിയ മനസ്സിൽ അതിങ്ങനെ വരികയാണെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്നു. ചിലത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ജഗതി ചേട്ടൻ. ജഗതി ചേട്ടൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഇംപ്രവൈസ് ചെയ്യുന്ന പ്രിയൻ തന്നെ ചിരിച്ചും, ഞാനുള്ള സിനിമയല്ല, ഞാൻ ഷൂട്ടിങ് കാണാൻ പോയതാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ജഗതി ചേട്ടൻ വന്ന് അകത്തോട്ട് സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന ഒരു SI, അത്രേ ഉള്ളൂ. അപ്പോൾ വെളിയിൽ എന്തോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ നിർത്തിയിട്ടുണ്ട്. ജഗതി ചേട്ടൻ പ്രിയൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കയറി വന്നിടം ജഗതി ചേട്ടൻ വന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താണ് നിൽക്കുന്നത്. അപ്പോൾ ജഗതി ചേട്ടൻ ലൈസൻസ് ഉണ്ടോടാ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ആൾ ഉണ്ടെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളാണ്, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോകും. പ്രിയൻ ചിരിച്ചു, എല്ലാവരും